ശിവാനി, ഇത് ഭയങ്കര മോശമാട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന താനൊന്നും പറയുന്നില്ല. ഈ പെമ്പിള്ളേരല്ല എങ്ങനെ? പെൺകുട്ടികൾക്ക് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തുറന്നു പറയും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പറയില്ല. എന്താ എന്റെ മനസ്സിലെന്താ? പറ കേക്കട്ടെ. ഒന്നുമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ജസ്റ്റ് എ ഫൺ. ഇല്ല, ഇനിയും വൈകിക്കരുത്. നല്ലൊരു സമയം നോക്കി ഇവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റും. ഒന്നും പറയുന്നില്ലല്ലോ. ഇനി എന്നോട് നിങ്ങൾ ദേഷ്യമാണോ? ത്രിവിക്രം, ഇതെന്താ ഇത്? ആദിശേഷന്റെ പ്രതിരൂപം കാണുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവൻ എന്റെ ആദിശേഷൻ അല്ലേ? സോറി. ഇറ്റ്സ് ഓക്കെ. ഗുരുക്കളെ, അങ്ങ് പറഞ്ഞതുപോലെ ശിവാനിയുടെ ഹസ്തരേഖ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഗുരുക്കൾ. ഹസ്തരേഖ നിങ്ങൾ എടുത്തത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ഗുരുക്കളെ. അതെടുത്തോണ്ട് വന്നത് എന്റെ മകനാ ഗുരുക്കളെ. മുതലാളി എന്ത് തന്നെ പറഞ്ഞാലും അവൻ അക്ഷരം വെറുതെ അനുസരിക്കുന്നവനാ. നല്ലത്. ഒരു നിമിഷം. ഹസ്തരേഖ എന്റെ കൈവശം എത്തിയിരിക്കുന്നു. ഇനി മുതൽ എന്റെ പേരക്കുട്ടിക്ക് നല്ല കാലം. അത്ഭുതം, അത്യത്ഭുതം. ഞാൻ പ്രതീക്ഷിച്ചതും ഇത് തന്നെയായിരുന്നു. ഈ പെൺകുട്ടി എന്റെ പേരക്കുട്ടിക്ക് പറ്റിയ ശരിയായ ജോഡി തന്നെ. ഈ പെൺകുട്ടി കാരണം അവന് ലഭിക്കുന്ന ശക്തി അവന്റെ മുന്നോട്ടുള്ള ജീവിതം ഉജ്ജ്വലമാക്കി മാറ്റും. ഇത് അതിശയമായിരിക്കുന്നല്ലോ. ത്രിവിക്രമിന്റെ കണ്ണുകളിൽ ആദിശേഷന്റെ പ്രതിബിംബം കാണുന്നില്ലല്ലോ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നതൊക്കെ തെറ്റായി പോയോ? ഇവനാണ് എന്റെ ആദിശേഷൻ എന്ന് ഞാൻ കരുതിയത് തെറ്റാണോ? ശിവാനി, ഒന്ന് നിന്നേ. ഒന്ന് നിക്ക്, ഞാനും വരുന്നുണ്ട്. ഇവൻ എന്റെ ആദിശേഷൻ അല്ല എങ്കിൽ ഇവന്റെ ശരീരത്തിലുള്ള ആ മറുക്, ഇവന്റെ ഓർമ്മകളിൽ കണ്ട ആദിശേഷന്റെ സൂചനകൾ, എന്താണ് ഇങ്ങനെയൊക്കെ? ശിവാനി, എന്താ താൻ പെട്ടെന്ന് ഡള്ളായത്? ഒന്നുമില്ല. ഇത്രയും നാളും ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെയായി. എന്റെ ആദിശേഷൻ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹേയ് ശിവാനി, താൻ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. തന്റെ മുഖം കണ്ടാൽ അറിയാം തന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് താനിങ്ങനെ ആലോചിച്ചോണ്ടേ ഇരിക്കുന്നു. എന്താ അത്? ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏയ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. ത്രിവിക്രം,
എന്താ തെരഞ്ഞോണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. കണ്ണിലൊരു ചെറിയ കരട് പോയി. അത് തിരുമ്മിയപ്പോ കോണ്ടാക്ട് ലെൻസ് ഇവിടെ എവിടെയോ കളഞ്ഞു പോയി. ലെൻസോ? യൂഷ്വലി ഞാൻ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. താനത് ശ്രദ്ധിക്കാത്തോണ്ടാ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവന്റെ കണ്ണിൽ പ്രതിബിംബം കാണാത്തതിന് കാരണം ഇതായിരുന്നോ? എനിക്കും ആദിശേഷനും ഇടയിൽ ഒരു ചില്ലു കഷ്ണത്തിന്റെ തടസ്സമുണ്ടായിരുന്നോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊന്ന് പരിശോധിക്കാൻ എനിക്ക് അവസരം വേണം. നിക്ക് ഞാനൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഈ ലെൻസ് ഞാൻ എടുത്തോട്ടെ. ഇനി ഇതുകൊണ്ടൊരു ഉപയോഗമില്ല. അയ്യയ്യോ, ഇവർക്കിതൊക്കെ ആളുകൾ കാണുന്നുള്ള വിചാരം പോലും ഇല്ലേ? ഈ സ്ട്രക്ചർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഇത് മരുമോനല്ലേ? എന്റെ മോനെ, പ്രകൃതി രമണീയത എന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നിന്റെ പ്രകൃതി രമണീയത? അല്ല, പുറത്തിറങ്ങിയപ്പോഴേ പെണ്ണിനെ പിടിച്ച് മൊത്തം വെക്കാൻ തുടങ്ങിയില്ലേ ഇവൻ? എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവൻ ഇങ്ങനെ ഇത്രയും ധൈര്യം കിട്ടി? ഈ കാര്യം എത്രയും വേഗം അളിയനെയും വീട്ടിലുള്ളവരെ അറിയിക്കണം. അളിയ, ഇപ്പൊ കണ്ണ് ശരിയായി. താങ്ക് യു ശിവാനി. ശരി എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പിന്നെ ശിവാനി ഒരു മിനിറ്റ്. എന്താന്ന് വെച്ചാ എനിക്കും എന്റെ ഫോണിനൊരു ജോലി വേണമായിരുന്നു. തന്റെ കയ്യിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ. ഞാൻ ഉദ്ദേശിച്ചത് തന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമെന്ന്. ഓ ശരി, നോട്ട് ചെയ്തു. എന്റെ നമ്പർ തന്റെ കയ്യിൽ ഇല്ലായിരുന്നോ? അത് തന്റെ മാനേജറുടെ നമ്പറെ കയ്യിലുള്ളൂ. പേഴ്സണൽ നമ്പർ എന്റെ കയ്യിലില്ല. ശരി, 98-450. താരകം താഴെ വന്നോ, മെല്ലെ മെല്ലെ നെഞ്ചിലെ മായച്ചാമരം വീശിയെന്നോ, കണ്ണിൻ കണ്ണിൻ കണ്ണിലെ തേരിൽ താമര പൂവിരിഞ്ഞോ, തീരാനോവിൻ നീളങ്ങൾ കണ്ണിൽ കവിതകളായി. മഴ പാടും കുളിരായി വന്നതാരു ഇവളോ. ഗുരുക്കളെ, ഹസ്തരേഖയിൽ എന്താണ്? എല്ലാ പൊരുത്തങ്ങളുമുണ്ട്. നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റേതു മാത്രമായ നാഗമാണിക്യത്തിന്റെ ശക്തി സംരക്ഷിക്കുന്നതിന് ഇവളാണ് ശരിയായ പെണ്ണ്. നിന്റെ മകന് അനുയോജ്യമായവൾ. ഗുരുക്കളെ, ത്രിവിക്രമനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനോ? ഇതിലും ഉത്തമമായ ഒരു ബന്ധം വേറൊന്നില്ല ദിഗ്വിജയ. നിന്റെ അനുവാദമില്ലാതെ, നീ പോലും അറിയാതെ നിന്നെ തേടി വന്നിരിക്കുന്നതാണ് ഈ ബന്ധം. മറ്റൊന്നും ആലോചിക്കാതെ ഉറപ്പിച്ചോളൂ. അത്
എന്താണ് ദിഗ്വിജയ ഒരു സംശയം? സംശയമൊന്നുമല്ല ഗുരുക്കളെ, പേടിയാ എനിക്ക്. അന്ന് അങ്ങ് തന്നെ പറഞ്ഞു ആ പെൺകുട്ടി ഒരു ഇച്ഛാധാരി നാഗന്യകയായിരിക്കുമെന്ന്. ഇപ്പൊ പറയുന്നു അവളെ എന്റെ മകന്റെ ഭാര്യയാക്കാൻ. വിവാഹശേഷം അവള് ശരിക്കും ഒരു ഇച്ഛാധാരി നാഗന്യക തന്നെയാണെങ്കിൽ? എന്റെ വാക്കുകളെ ഇനിയും സംശയിക്കുന്നു. അയ്യോ, സംശയമൊന്നുമില്ല ഗുരുക്കളെ. അങ്ങ് പറഞ്ഞത് കേട്ടപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പേടി പോലെ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ. നോക്കൂ ദിഗ്വിജയ, അവളുടെ ഹസ്തരേഖ പ്രകാരം അവളിൽ അപാരമായ ഒരു ശക്തിയുണ്ട്. അവൾ നിന്റെ വീട്ടിലേക്ക് വന്നു കയറുകയാണെങ്കിൽ ആ വീട് സമൃദ്ധിയായി മാറും. നിന്റെ വീട് വീണ്ടും പ്രകീർത്തിപ്പെടും. അതിലെല്ലാം ഉപരിയായി നിന്റെ കയ്യിലുള്ള നാഗമാണിക്യം സംരക്ഷിക്കപ്പെടും. നിന്റെ മകൻ അവളെ വിവാഹം കഴിച്ച ക്ഷണത്തിൽ തന്നെ അവന്റെ ശക്തി ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. എല്ലാത്തിന്റെയും നന്മയ്ക്കായി മുന്നോട്ടുള്ള നിന്റെ ഭാവിക്ക് വേണ്ടി ഈ വിവാഹം നടത്തിക്കോളൂ. ശരി ഗുരുക്കളെ, ഞാന് ശിവാനിയോടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്റെ മോനോടും കൂടി ഒന്ന്. ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചോളൂ ദിഗ്വിജയ, നാഗപൗർണമി ദിവസം അടുത്തു വരികയാണ്. അപ്പോഴേക്കും എല്ലാം നടന്നിരിക്കണം. ആയിക്കോട്ടെ ഗുരുക്കളെ. വിജയ് ഭവ. ചേച്ചി, ചേച്ചി, ഇത് എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ടടാ. അവിടെ ഇരിക്കാണ്. ചേച്ചി, ചേച്ചിയുടെ പുന്നാരമോന ത്രിവിക്രമനില്ലേ? അവൻ എന്തു പറ്റി? അയ്യോ, അവനൊന്നും ആയില്ല ചേച്ചി. ഞാൻ അവനെ ഇന്ന് ആ ശിവാനിയുടെ കൂടെ കണ്ടുവന്ന്. എന്താ, ശിവാനിയുടെ കൂടെ? അതെ ചേച്ചി, അന്ന് ഞാൻ അവളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന്. ഇപ്പൊ നോക്കുമ്പോ അവളുടെ കൂടെ നടക്കുന്നു, അത് ഒരുപാട് അടുപ്പത്തോടെ. നീ എന്തൊക്കെയായി പറയുന്നേ? നോക്കേച്ചി, ഞാനിപ്പോ അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ രണ്ടുപേരുടെ ആ നിൽപ്പ് കണ്ടിട്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, രണ്ടുപേരും തമ്മിൽ എന്തോ ഉണ്ടെന്ന്. ഞാൻ കണ്ടത് പോട്ട് ചേച്ചി, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്താവുമായിരുന്നു അവസ്ഥ? നീ മിണ്ടാതിരുതേ, എന്റെ മോൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഓ, നിങ്ങളുടെ മോൻ ക്രൂരനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നല്ല കുട്ടി തന്നെയാ. പക്ഷെ ഇന്ന് എന്തോ ശിവാനിയുടെ കൂടെ കണ്ടുവെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവനെന്തായാലും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിച്ചോളാം അവനോട്. ചേച്ചി എന്താ ഇങ്ങനെ? അല്ല, ഈ കാര്യമൊക്കെ ആരെങ്കിലും മക്കളോട് പോയി നേരിട്ട് ചോദിക്കോ? നിക്ക് നോക്കാം, അവനായിട്ട് എന്തെങ്കിലും വാ തുറന്ന് നമ്മളോട് പറയുന്നു. ഇനി അവനായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ അടുത്ത് വേറൊരു പ്ലാനുണ്ട്. എന്താടാ ഇതൊക്കെ? ഞാനിവിടെ ഇല്ലേ ചേച്ചി, അതുകൊണ്ട് ഡോണ്ട് വറി, എല്ലാം ഞാൻ നോക്കി ചെയ്തോളാം. പ്രണാമം ഗുരുദേവ. ഒടുവിൽ നമുക്കൊരു ഫലം കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ ഫലം ലഭിച്ചിരിക്കുന്നു. ശിവാനി, നാഗമാണിക്യത്തെ കുറിച്ചാണോ സംസാരിക്കുന്നത്? നാഗമാണിക്യമുള്ള സ്ഥലം നിനക്ക് മനസ്സിലായോ, അതോ ആദിശേഷനെയോ? ഗുരുദേവ, അങ്ങ് രണ്ടാമത് പറഞ്ഞ കാര്യം ശരിയാണ്. 23 വർഷമായിട്ടുള്ള എന്റെ കാത്തിരിപ്പിന് അവസാനം ഒരു അറുതി വന്നിരിക്കുന്നു. എന്റെ ആദിശേഷനെ എനിക്ക് തിരികെ കിട്ടി ഗുരുദേവ. ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. എന്താണ് ഈ പറയുന്നത് ശിവാനി? എല്ലാം നല്ല രീതിയിൽ തന്നെ നീ പരിശോധിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ നിനക്ക് യാതൊരു സംശയവുമില്ലല്ലോ. ഇല്ല ഗുരുദേവ, അങ്ങയുടെ ഉപദേശപ്രകാരം ഞാൻ ത്രിവിക്രമന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ആദിശേഷന്റെ പ്രതിബിംബം കാണാനായി. ഒരു തവണയല്ല, 2 തവണയാണ് ഞാനത് കണ്ടത്. ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ ഗുരുദേവ. നല്ലത്, സന്തോഷമുള്ളൊരു വാർത്തയാണ് നീ അറിയിച്ചത് ശിവാനി. ഇത് നാഗലോകമാകെ ആനന്ദിക്കേണ്ട മുഹൂർത്തമാണ്. നാഗമാണിക്യം കളവ് പോയതിൽ പിന്നെ ആദ്യമായുള്ള ശുഭവാർത്തയാണിത്. ശിവാനി, നിന്റെ പോരാട്ടത്തിനുള്ള സമ്മാനമായി ആ പരമേശ്വരൻ നിനക്ക് നൽകിയ വരമാണിത്. ഗുരുദേവ, നാഗമാതാവിനെ ഇവിടെയെങ്ങും കാണാനില്ലല്ലോ. ഈ കാര്യം നാഗമാതാവ് അറിഞ്ഞാൽ വളരെയധികം സന്തോഷിക്കും. നാഗമാത വിശേഷമായ ഒരു പൂജയിലാണിപ്പോൾ. അവരുടെ പൂജയുടെ ഫലമായിട്ടാണ് നിനക്ക് ആദിശേഷനെ തിരികെ ലഭിച്ചത്. നിന്റെ പ്രയത്നത്തിന്റെ ശക്തിയും നാഗമാതാവിന്റെ ആത്മാർത്ഥമായ ഭക്തിയും നാഗലോകത്തിനൊരു പുതിയ വാർത്ത സമ്മാനിച്ചു. ആ പരമശിവൻ നമ്മിൽ എല്ലാവരിലും അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ശിവാനി,
നീ ഇപ്പോൾ ഇതുവരെയുള്ള ഘട്ടം പൂർത്തിയാക്കി. ഇനി മുൻപോട്ട് മറ്റൊരു ഘട്ടമാണ്. നിന്റെ ആദിശേഷനാവുന്ന ത്രിവിക്രമന്റെ കൂടെ അടുത്ത് പെരുമാറിക്കൊണ്ട് ഇനിയും അവനെ കൂടുതൽ അറിയേണ്ടതുണ്ട്. അവനിൽ നിന്ന് വരുന്ന ആദിശേഷന്റെ ഓരോ ചലനങ്ങളും നീ മനസ്സിലാക്കുക. അങ്ങനെ ആവട്ടെ ഗുരുദേവ. പക്ഷെ ഒന്നു മാത്രം ഓർമ്മ വേണം ശിവാനി. നിനക്കു നിന്റെ ആദിശേഷനെ പൂർണ്ണമായും സ്വന്തമാക്കണമെങ്കിൽ വ്യക്തമായ അറിവോടെ തന്നെ മുന്നേറണം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാവും. പക്ഷെ ഒന്നു മാത്രം ഓർമ്മ വേണം ശിവാനി. നിനക്കു നിന്റെ ആദിശേഷനെ പൂർണ്ണമായും സ്വന്തമാക്കണമെങ്കിൽ വ്യക്തമായ അറിവോടെ തന്നെ മുന്നേറണം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാവും. ഒരു ചെറിയ അശ്രദ്ധ പോലും നിന്നെ വീണ്ടും പിറകിലേക്ക് നടത്തുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ഗുരുദേവ. വളരെ ശ്രദ്ധയോടെ തന്നെ ഞാൻ കാര്യങ്ങൾ നീക്കാം. നിന്റെ ആദിശേഷനെ ആരാലും തന്നെ നിന്നിൽ നിന്നും അകറ്റുവാൻ സാധ്യമല്ല ശിവാനി. ആശങ്കപ്പെടേണ്ട. പോയി വരൂ ശിവാനി. മംഗളം ഭവിക്കട്ടെ. മുതലാളി, ഗുരുക്കളോട് സംസാരിച്ചിരുന്നപ്പോ മുതലാളി നല്ല സന്തോഷത്തിലായിരുന്നല്ലോ. ഇതിപ്പോ പെട്ടെന്ന് തോറ്റി മൂടോട്ടവൻ. എന്താ ഉണ്ടായത്? ഗുരുക്കള് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു അന്തീച്ച. അതിലിപ്പോ ഇത്രമാത്രം ആലോചിക്കാൻ എന്താ മുതലാളി? ആ പെൺകുട്ടിയുമായി വിവാഹം നടന്നാൽ ത്രിവിക്രമന് നല്ലതെന്നല്ലേ പറഞ്ഞത് നല്ലതിനൊക്കെ തന്നെയാണ്. എന്നാലും കല്യാണം എന്ന് പറയുന്ന അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലല്ലോ. അതിനൊക്കെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാ ഞാൻ ഈ ആലോചിക്കുന്നത്. അതിന് ഇത്രമാത്രം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? കൊച്ചു മുതലാളിയുടെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണം. കല്യാണം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് നടക്കില്ലല്ലോ അന്തീച്ച. അതിന് ഒരുപാട് സമ്മതങ്ങളൊക്കെ ആവശ്യമില്ലേ? ഇനി ആരെ സമ്മതം വേണ്ടേ? മുതലാളി പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ കൊച്ചു മുതലാളി സമ്മതിക്കാതിരിക്കൂ? ഒരാളുടെ സമ്മതം കൊണ്ട് മാത്രം കല്യാണം നടക്കൂടാ. അതിന് രണ്ടുപേരുടെയും സമ്മതം വേണം. എന്റെ മകൻ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ല, ശിവാനിയും കൂടെ സമ്മതിക്കണ്ടേ? അതിപ്പോ കൊച്ചു മുതലാളിയും ആ കുട്ടിയും കൂടി കറങ്ങുന്നതും സംസാരിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ആർക്കാ മനസ്സിലാവാത്തത്? പരസ്പരം ഇഷ്ടപ്പെടാതെ അവരിങ്ങനെ ഒരുമിച്ച് നടക്കും. ഒരുമിച്ച് നടന്നതുകൊണ്ട് മാത്രം അത് പ്രണയമാണെന്ന് പറയാൻ പറ്റില്ല അന്തീച്ച. അവര് തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിലും ആകാമല്ലോ. ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ അതെങ്ങനെ റിലേഷൻഷിപ്പാക്കി മാറ്റാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ വീട്ടുകാർ വഴി ആലോചിക്കാന്ന് വെച്ചാൽ അവരാരും ഇന്ത്യയിലില്ലതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശിവാനിയോട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുതലാളി, സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പെണ്ണുങ്ങളെ നല്ലത്. വേറൊന്നും കൊണ്ടല്ല, ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കിയെടുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ സാധിക്കും. കൊച്ചമ്മോട് പോയി ആ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ പറ. ദമയന്തിയോടോ? ലെറ്റ്സ് സീ, എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഹലോ, ആരുമില്ല ഇവിടെ? ശിവാനി മാഡം, ഇതെവിടെ? നമ്മുടെ ആളെ കാണുന്നില്ലല്ലോ. വാതിലാണെങ്കിൽ തുറന്നിട്ടുണ്ട്. എവിടെ പോയൊരു? ഹലോ മാഡം. ഹായ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വെരി ഗുഡ്. എവിടെ എന്റെ ഡാർലിംഗ്? അവളെ നീ കണ്ടിരുന്നോ? നീ കണ്ടെങ്കി എന്നോട് തുറന്നു പറ. നീ എന്തായാലും പറയും, ഞാനൊന്ന് കേൾക്കട്ടെ. അതെ, നിന്നെ ഞാൻ ഇപ്പോ എന്താ വിളിക്കണ്ടേ? നിനക്കൊരു പേര് വേണമല്ലോ. നിന്നെ കാണാൻ എന്തായാലും നല്ല സുന്ദരിയല്ലേ? അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിന്റെ പേര് സുന്ദരി. അടിപൊളിയായിട്ടില്ലേ? ഹായ് സുന്ദരി. അതെ സുന്ദരി, നിന്റെ കൂട്ടുകാരി സുന്ദരി എവിടെ പോയെന്ന് പറ. ഓഹോ, അവള് പുറത്തേക്ക് പോയതാണോ? ഓ, അമ്മയുടെ മുത്ത്. ഹലോ, എവിടെ പോവാ നീ? അവരെവിടെ ഉള്ളേന്ന് കാണിക്കേ. നിൽക്ക്. ഏയ്, അതെ, എവിടെ പോവാ നീ? ഏയ് സുന്ദരി, എന്താ ഇവളിങ്ങനെ കാട്ടിലേക്ക് പറന്നു പോകുന്നത്? ആ, ഇതിപ്പോ എന്തായാലും അവൾ അവിടേക്ക് തന്നെ പോകുന്നത്, അത് മനസ്സിലായി. ഏയ് സുന്ദരി, ഇനി എത്ര ദൂരമുണ്ട്? ഓ, ഇത് എങ്ങോട്ടേ പോകുന്നത്? എന്തായാലും പുറകെ പോയി നോക്കാം. ശരി,
ഇത്രയും ദൂരം വന്നതല്ലേ, കുഴപ്പമില്ല, നോക്കിയിട്ട് വരാലോ. ഏയ് സുന്ദരി, നീ എവിടേക്കാ പോകുന്നേ? ഏയ് മെല്ലെ, ഒരു മിനിറ്റ്, ഒന്ന് പതുക്കെ പോ. ഇതെന്ത് ഇത്, ഇവള് എവിടേക്ക് പറക്കുന്നേ? നീ ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നേ?